നിങ്ങൾക്കൊക്കെ അറിയപ്പെടുന്ന ഒരു സിനിമാ രംഗത്തുള്ള ആള് പോലും പറയുന്ന എന്താ അറിയോ? സത്യത്തിൽ എനിക്ക് കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ദുഷിച്ച സ്ഥല. ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊരു ദുഷിച്ച വ്യവസ്ഥയായിട്ടാണ് തോന്നുന്നത്. കുടുംബം എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു മോശം സ്ഥലമായിട്ടാണ് തോന്നുന്നത്. അവിടെ ആർക്കും സ്വാതന്ത്ര്യമില്ല. അപ്പൊ എന്താ പറഞ്ഞ്, ഞാൻ ആളെ പേരൊന്നും പറയണില്ല. ഈ വിവാഹം എന്ന് പറഞ്ഞാൽ, ഈ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു ദുഷിച്ച സ്ഥല. അതിന്റെ കാരണം കൂടി ഞാൻ അദ്ദേഹത്തോട് പറയിപ്പിക്കാം കേട്ടോ. അങ്ങനെ അദ്ദേഹത്തിന് പറയാനുള്ള ആയിട്ടില്ല. അദ്ദേഹത്തിന് അത് പറയാൻ തോന്നാനുള്ള കാരണം കൂടി ഞാൻ പറയിപ്പിച്ചു തരാം. വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു ദുഷിച്ച സ്ഥല. ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നാൽ, ജീവിതം എന്തിന് എന്നറിയാതെ പോയാൽ, ഇവിടെ ഭാര്യ എന്ത്, ഭർത്താവ് എന്ത്, കുടുംബം എന്ത്, മക്കൾ എന്ത് എന്നൊക്കെ അറിയാതെ പോയാൽ അതാ ജീവിതത്തിന്റെ ലക്ഷ്യമില്ലായിരുന്നു. ഞാൻ ഈ പറഞ്ഞതൊക്കെ നമ്മൾ പഠിക്കുന്നത് വഴിയാണ്. നമ്മൾ എന്തിനാ ഈ ഭൂമിയിലേക്ക് വന്നത്? ഇവിടെ കുറെ മൃഗങ്ങള് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ചത്തുപോയിട്ടുണ്ട്. അതേപോലെ മനുഷ്യനും ഇങ്ങനെ ജീവിച്ചു. 20 കൊല്ലം, 30 കൊല്ലം, 40 കൊല്ലം, 50 കൊല്ലം. ആ അച്ഛനോട് ബാധ്യതയില്ല, അമ്മയോട് ബാധ്യതയില്ല, മക്കളോട് കടപ്പാടില്ല, മക്കൾക്ക് തിരിച്ചു കടപ്പാടില്ല, അയൽപ്പക്ക ബന്ധങ്ങളില്ല. നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരമൊക്കെ അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ പോകുമ്പോ ജീവിതം എന്തിനെന്ന് അറിയാതെ പോകും. അതിനൊരു ഉദാഹരണമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും പരാമർശിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? ഈ കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ദുഷിച്ച സ്ഥല. അതിനൊരു അർത്ഥം അദ്ദേഹം കാണുന്നില്ല. അത് ദുഷിച്ച സ്ഥലമാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? അതുകൂടി ഒന്ന് കേൾപ്പിച്ചു കൊടുക്കി. ദുഷിച്ച സ്ഥലമാണ് എന്ന് പറയാനുള്ള കാരണം, ഇപ്പം എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് പറയുന്ന ഒരു സംഗതി, ഞാൻ ഒരാളെ കൊന്നു എന്ന് വന്ന് എൻ്റെ പാർട്ണറുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാർട്ണർ പറയായിരിക്കും, സാരമില്ല, നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ആലോചിക്കാം. ഇതേ പാർട്ണറുടെ അടുത്ത് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതേ പാർട്ണർ ചിലപ്പോൾ നമ്മളെ കൊല്ലും. അദ്ദേഹം പറയാണ്, ഞാൻ എൻ്റെ ഭാര്യയോട് വന്നിട്ട് പറയണേ, ഞാൻ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഭാര്യ പറയും, സാരല്ല, അബദ്ധം പറ്റിയതല്ലേ, അതൊക്കെ ഞാൻ മറന്ന് നമുക്ക് ജീവിക്കാന്ന് പറയും. പക്ഷെ ഞാൻ വേറൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട് പറഞ്ഞാൽ എൻ്റെ ഭാര്യ ചിലപ്പോൾ എന്നെ കൊല്ലും. മനസ്സിലായോ? ഞാൻ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ ചിലപ്പോൾ ക്ഷമിക്കും. പക്ഷെ ഞാനൊരു പെണ്ണിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ ചിലപ്പോൾ എന്നെ കൊല്ലും. അപ്പോ എനിക്കിഷ്ടപ്പെട്ടവരൊക്കെ സ്നേഹിക്കണം, ഇഷ്ടപ്പെട്ടവരോടൊപ്പം ജീവിക്കണം. അതിന് ഭാര്യ തടസ്സാണ്, അതിന് മക്കൾ തടസ്സാണ്, അതിന് കുടുംബജീവിതം തടസ്സാണ്, അതിന് സാക്ഷികൾ ഉണ്ടാവുക, കരാറിൽ ഒപ്പിടുക, ഒരു കുടുംബം എന്നുള്ള സംഭവത്തിലേക്ക് വരിക. എന്നിട്ട് അത് നിക്കാഹോ, അല്ലെങ്കിൽ പള്ളിയിൽ നടക്കുന്ന ഒത്തുകല്യാണോ, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി നടക്കുന്ന താലികെട്ടോ, അതൊക്കെ അങ്ങനെ ഒരു വ്യവസ്ഥയിലേക്ക് വരുന്നത് വേറൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നുമ്പോ അതിന് തടസ്സാണ് കുടുംബവും. അപ്പൊ താന്തോന്നിയായി ജീവിക്കാൻ പറ്റുകയില്ല മാന്യമായി കുടുംബത്തിൽ ജീവിക്കുമ്പോ എന്നർത്ഥം. അത് അദ്ദേഹം സിനിമയിലൊക്കെ അദ്ദേഹം ആ രൂപത്തിലുള്ള കഥകൾ കൊണ്ടുവരാറുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, എന്റെ സിനിമ കണ്ടിട്ട്, ഇയാൾ പറയുന്ന വാക്കാ, എന്റെ സിനിമ കണ്ടിട്ട് ഒരു 10 ആളെങ്കിലും വിവാഹമോചനം നടത്തുകയാണെങ്കിൽ ഞാൻ അത്രത്തോളം സന്തോഷത്തിലാവും. എങ്ങനെ? ഞാൻ ഇറക്കിയ സിനിമ കണ്ടിട്ട് ഒരു 10 ആളെങ്കിലും അത് കണ്ട ഉടനെ ഭാര്യനെ ഒഴിവാക്കി വിവാഹമോചനം തേടിയാൽ എന്റെ മനസ്സ് അത്രത്തോളം സന്തോഷമാവും. ഞാൻ വിചാരിക്കുന്നത് ഈ സിനിമ കൊണ്ട് ഒരു 10 ഡൈവേഴ്സിലും കൂടുതൽ നടന്നാൽ ഞാൻ അതിൽ അത്രയും സന്തോഷിക്കും. എന്തിനാണ് ഈ ആമുഖത്തിൽ ഇത് പറയുന്നത്? എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളെ, മുസ്ലിങ്ങളെ, നമ്മുടെ കുടുംബം എന്തിനാണ്, ഈ ജീവിതം എന്തിനാണ്, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നറിയുമ്പോഴാണ് ജീവിക്കാനുള്ള സുഖം.